ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹർഷൻ പോയിസൺ കേക്കിലേക്ക് അടിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നാരായണൻ അങ്ങോട്ട് വന്ന് അത് തടയും. നാരായണൻ ചോദിക്കുന്നുണ്ട്, ആ ബൈക്കിൽ വന്നവൻ നിനക്ക് എന്താ തന്നേന്ന്. ഹർഷൻ ഒന്ന് പതറും. നാരായണൻ പറയും, ഞാൻ കണ്ടു അവൻ നിനക്ക് കൊണ്ടുവന്ന് എന്തോ തരുന്നത്. ഹർഷൻ ചോദിക്കും, നീ ആരോടാ അതൊക്കെ ചോദിക്കാൻ? കേറ്ററിങ്ങിന് വന്നവൻ ആ പണി ചെയ്താൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട. നാരായണൻ പറയും, അത് തന്നെയാണ് എനിക്ക് നിന്നോടും പറയാനുള്ളത്. അത് പറയാൻ നീ ആരാടാ, പോലീസാണോ? നാരായണൻ പറയും, അതെ, ഞാൻ അവിടുത്തെ പോലീസ്. താടാന്നും പറഞ്ഞ് അവൻ്റെ ആ സ്പ്രേ ബോട്ടിൽ വാങ്ങും. നാരായണൻ പറയുന്നുണ്ട്, എല്ലാവരോടും പറയാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടൊന്നും അല്ല, നീ ഇതിൽ പെട്ടുപോയാൽ ശിവരഞ്ജനി മേഡത്തിന് പോലും നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല. മേലെ ഇമ്മാതിരി പണിയും കൊണ്ട് നീ വരരുത്. എതിരാളികളെ തോൽപ്പിക്കേണ്ടത് കഴിവുകൊണ്ടാ, അല്ലാതെ ചതിച്ചിട്ടല്ല. ഇനി നീ ഇമ്മാതിരി പണിക്ക് നിന്നാ നിന്റെ എല്ല് വെള്ളമാകും, നീ ഇവിടുന്ന് പൊക്കോളാൻ പറയും. പിന്നീട് കാണിക്കുന്നത് കേക്ക് കട്ടിംഗ് ആണ്. കൃഷ്ണയുടെ അമ്മയ്ക്ക് കേക്ക് കൊടുക്കാൻ എല്ലാവരും പറയുമ്പോഴത്തേക്കും അവർ പറയും, അയ്യോ എനിക്ക് കേക്ക് കഴിക്കാൻ പറ്റത്തില്ല, ഇതിനകത്ത് മധുരമുള്ളതല്ലേ, എനിക്ക് പറ്റത്തില്ല എന്ന്. ശിവരഞ്ജനി പറയും, ബർത്ത്ഡേ ബേബി കേക്ക് കഴിച്ചില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന്. മീനു പറയും, പക്ഷേ ഈ കേക്ക് കഴിക്കാം, ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല എന്ന്. നിരഞ്ജൻ പറയുന്നുണ്ട്, ഇപ്പം പിന്നെ ഷുഗർ ഫ്രീ ആയിട്ടുള്ളതൊക്കെ കിട്ടുമല്ലോ, അത് മേടിച്ച് ആഡ് ചെയ്താൽ മതിയല്ലോ എന്ന്. പക്ഷെ മീനു പറയും, അതൊന്നും അല്ല ചെയ്തേക്കുന്നതെന്ന്. നിരുപമ പറയും, പിന്നെ ഇതൊന്നും ചെയ്യാതെ എങ്ങനെയാണ് കേക്ക് ആവുന്നത്, ഷുഗർ ഇല്ലെങ്കിൽ കേക്കിന് രുചിയൊന്നും കിട്ടത്തില്ല എന്ന്. മീനു പറയും, കഴിച്ചു നോക്ക് എന്നിട്ട് പറയാൻ. അങ്ങനെ ശിവരഞ്ജനി പറയും, എന്നാൽ ഞാൻ തന്നെ ആദ്യം കഴിക്കാമെന്നും പറഞ്ഞിട്ട് മീനു ശിവരഞ്ജനിക്ക് എടുത്തു കൊടുക്കും. അത് കഴിച്ചിട്ട് ശിവരഞ്ജനി പറയും, അടിപൊളിയായിട്ടുണ്ട്, ഇത്രയും നല്ലൊരു ടേസ്റ്റ് ഞാൻ കേക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല. നിരുപമ പറയും, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പറയാൻ. മീനു മിണ്ടാൻ നിൽക്കുമ്പോഴത്തേക്ക് ശിവരഞ്ജനി പറയുന്നുണ്ട്, ഒരാളുടെ പാചകക്കൂട്ടൊന്നും പുറത്ത് പറയേണ്ട ബാധ്യത ആർക്കുമില്ല, അതുകൊണ്ട് തന്നെ മീനു ഇത് പറയേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ കൃഷ്ണയുടെ അമ്മ കേക്ക് കഴിക്കും. എല്ലാവർക്കും കേക്ക് ഒരുപാട് ഇഷ്ടമാവും. കൃഷ്ണയുടെ അമ്മ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ നല്ലൊരു കേക്ക് ഉണ്ടാക്കി തന്നതിന്. പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജനി മീനും പുറത്ത് നിന്ന് കേക്കിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും കൃഷ്ണ കരയുന്നതാണ്. അയ്യോ, ആരെങ്കിലും വന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കണേന്നും പറഞ്ഞ് എല്ലാവരും ചെല്ലുമ്പം കാണുന്നത് ഒരു മുറിക്കകത്ത് കൃഷ്ണയുടെ അമ്മ പെട്ടുപോയിട്ടുണ്ട്. അതിൽ നിന്ന് തീയും പുകയൊക്കെ വരുന്നുണ്ട്. മീനു അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും അവളെ തടയും. പക്ഷെ അതൊന്നും കൂട്ടാക്കാതെ അവൾ അകത്തേക്ക് ചെന്ന് അവരുടെ അമ്മയെ രക്ഷിച്ചുകൊണ്ട് വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൃഷ്ണയുടെ അമ്മ പറയുന്നുണ്ട്, മോൾ തക്ക സമയത്ത് വന്നതുകൊണ്ടാണ് എൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത്, ഒരു നിമിഷമെങ്കിലും വൈകിയിരുന്നെങ്കിൽ ഞാൻ കത്തിച്ചാമ്പലായി പോയേനെ. മോൾക്ക് ദൈവാനുഗ്രഹം ഒരുപാടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് സ്വന്തം ജീവിതം പോലും മറന്ന് ഒരാളെ രക്ഷിക്കാൻ തയ്യാറായത്. എങ്ങനെ ഇതിന് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. മോക്ക് എല്ലാവിധ നന്മകളും ഉണ്ടാകും. എല്ലാവർക്കും എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കൃഷ്ണ പറയും, അമ്മ വാ, നമുക്ക് അകത്ത് പോയി റെസ്റ്റ് എടുക്കാമെന്ന്. അങ്ങനെ അവർ അകത്തേക്ക് പോകുമ്പോഴത്തേക്കാണ് ശിവരഞ്ജനി കാണുന്നത് മീനുൻ്റെ കൈ പൊള്ളിയിട്ടുണ്ട്. ശിവരഞ്ജനി പറയും, അയ്യോ, ആരെങ്കിലും ഒന്ന് ഓയിൻമെൻറ്റ് എടുത്തുകൊണ്ട് വാ, അതേ മീനുൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടല്ലോ എന്ന്. നാരായണൻ പെട്ടെന്ന് ഓയിൻമെൻറ്റുമായിട്ട് വരും. അന്നേരത്തേക്ക് നിരഞ്ജനും നിരുപമയ്ക്കൊന്നും ഇത് കണ്ട് ഒട്ടും ഇഷ്ടാവുന്നില്ല. ശിവരഞ്ജനി തന്നെ മീനുവിന് ഓയിൻമെൻറ്റൊക്കെ തേച്ച് കൊടുക്കും. മീനു അവരെ തന്നെ നോക്കിയിരിക്കും. പിന്നീട് കാണിക്കുന്നത് മീനു നാരായണനും തിരികെ വീട്ടിലെത്തുന്നതാണ്. മീനുവിൻ്റെ കൈ പൊള്ളിയത് കണ്ട് പാർവതി വേവലാതിപ്പെടുന്നുണ്ട്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നാരായണൻ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും മീനു അവനെ തടയും. എന്നിട്ട് അവൾ പറയും, അത് പാചകത്തിനിടയിൽ സംഭവിച്ചതാണ്. പാർവതി പറയും, നീ ഇതൊക്കെ സൂക്ഷിക്കണ്ടേന്ന്. മീനു പറയും, പാചകത്തിനിടയിൽ ഇതൊക്കെ നോക്കാൻ എങ്ങനെ അമ്മയെ പറ്റുന്നത്, പായസം തയ്യാറാക്കിയപ്പം അതിൻ്റെ ആവി ഒന്ന് തട്ടിയതാ. പാർവതി പറയും, ഇത് ഒരുപാട് പൊള്ളിയിട്ടുണ്ടല്ലോ മോളെ, എന്താ ഇപ്പം ചെയ്യുന്നത്? മീനു പറയും, അമ്മ എന്തെങ്കിലും ഓയിൻമെൻറ്റ് ഉണ്ടെങ്കിൽ എടുത്തിട്ട് വാ. പാർവതി പറയും, നമുക്ക് കറ്റാർവാഴ തേക്കാം, അതാ മുറിവിന് നല്ലത്, എന്നിട്ടും കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാതെ. മീനു അത് സമ്മതിക്കും. പാർവതി ഒരു കറ്റാർവാഴ മുറിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ജെല്ല് അവൾക്ക് തേച്ച് കൊടുക്കും. ഊതിയൊക്കെ കൊടുക്കുന്നുണ്ട്. മീനു പറയും, ഇപ്പം നല്ല ആശ്വാസമുണ്ട്, അല്ലെങ്കിലും അമ്മ തലോടിയ എന്ത് മുറിവ ഇല്ലാതാവുന്നതെന്ന്. പാർവതി പറയും, നീ അങ്ങനെയൊന്നും പറയണ്ട, ഇനി സൂക്ഷിച്ചോളെന്ന് പറയും. മീനു സൂക്ഷിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ പറയും, ഇനി അമ്മ പോയി കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കുക, ബാക്കി ഞാൻ ചെയ്തോളാം. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് ശിവരഞ്ജനി പ്രാർത്ഥിക്കുന്നതാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ സുഹാസിനിയും ഭർത്താവും നിരഞ്ജനും എല്ലാം അവിടെ നിൽപ്പുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ ഐശ്വര്യമായിട്ട് ഒരു കാര്യം പറയാമെന്ന് വെച്ചു. സുഹാസിനി പറയുമ്പോഴത്തേക്കും ഭർത്താവ് പറയുന്നുണ്ട്, വേറൊന്നുമല്ല, 3-4 മാസം മുന്നേ ഒരു പ്രൊജക്റ്റ് നമ്മൾ തീരുമാനിച്ചിട്ട് തൽക്കാലം മാറ്റിവെച്ചില്ലേ, ആദം മെഡിസിറ്റിയിൽ അവർ നമ്മളോട് തുടങ്ങാൻ പറഞ്ഞ ആ 4-സ്റ്റാർ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പ്രൊപ്പോസൽ വീണ്ടും വന്നിട്ടുണ്ട്. ഹർഷനും നിരുപമയും അത് നോക്കി നടത്താൻ ഏറ്റിട്ടുണ്ട്. അതാവുമ്പം ഇവനും എൻഗേജ്ഡ് ആവും. അയാൾ പറഞ്ഞു നിർത്തുമ്പോഴത്തേക്കും ശിവരഞ്ജനി പറയും, എ നോ ഈസ് എ നോ. ഒരിക്കൽ വേണ്ടാന്ന് പറഞ്ഞ പ്രൊപ്പോസൽ പിന്നെ നിങ്ങൾ എന്തിനാ പൊടിതട്ടി എടുക്കുന്നത്? ഹർഷനും നിരുപമയൊന്നും കൂട്ടിയാൽ കൂടുന്നതല്ല നിങ്ങൾ ഈ പറയുന്ന ബിസിനസ്. നമ്മളുടെ ഇപ്പോഴത്തെ ബിസിനസ് തന്നെ നഷ്ടം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. പിന്നല്ല ഇനി പുതിയത്, വെറുതെ ഒരുപാട് പണം വാരി എറിയുന്നതിൻ്റെ പേരല്ല ബിസിനസ്. ബുദ്ധിയും സാമർഥ്യവും അധ്വാനവും കൊണ്ട് ഇറക്കിയ പണം വിത്ത് പ്രോഫിറ്റ് തിരിച്ചു നേടുന്നതാണ്. ആ കാര്യത്തിൽ നമ്മുടെ മക്കൾ മാതൃകയാക്കേണ്ടത് മീനുവിനെയാണ്. കോടികൾ ചെലവാക്കാതെ, നാട് നീളെ പരസ്യ ബോർഡുകൾ വെക്കാതെ വളരെ ലളിതമായി തുടങ്ങിയൊരു ബിസിനസ് എങ്ങനെ ഉയരങ്ങളിൽ എത്തിക്കാമെന്ന് മീനു തെളിയിച്ചു. മീനൂസ് കിച്ചന്റെ വിജയം നമ്മളൊക്കെ മാതൃകയാക്കേണ്ട ഒന്നാണ്. ഒരു കാര്യം ചെയ്, മീനു ചെയ്യുന്ന പോലെ എന്തെങ്കിലും ഇന്നോവേറ്റീവായ ആശയങ്ങളുണ്ടെങ്കിൽ ഹർഷനും നിരുപമയും അത് പറയട്ടെ.
വേണ്ട സഹായങ്ങൾ ഞാൻ ചെയ്യാം. അധ്വാനിക്കാനുള്ള മനസ്സ് വേണം, മീനുവിനെ പോലെ. അതും പറഞ്ഞ് ശിവരഞ്ജിനി പോവും. സുഹാസിനിക്കും നിരഞ്ജനും ഒന്നും ഇഷ്ടാവത്തില്ല. അവരുടെ ഭർത്താവ് അത് ശരിയാണെന്നും പറഞ്ഞ് ശിവരഞ്ജിനിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ അവളുടെ മുന്നിൽ വെച്ച് സംസാരിക്കുന്നുണ്ട്. നിരഞ്ജനും ദേഷ്യത്തോടെ പോയി കഴിയുമ്പോഴത്തേക്കും സുഹാസിനി പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാലും മീനു മീനു മീനു. അവൾ എന്താ ശിവയ്ക്ക് കൈവശം കൊടുത്ത് പാട്ടിലാക്കി വെച്ചേക്കുവാണോ? ആ പെണ്ണ് ശിവയുടെ മനസ്സിൽ അത്ര ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട്. അയാൾ പറയുമ്പോൾ സുഹാസിനി പറയും, എത്ര ആഴത്തിൽ പതിഞ്ഞാലും വേരടക്കം അവളെ ശിവയുടെ മനസ്സിൽ നിന്ന് പിഴുതെറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ അത് അവിടെ കിടന്ന് വളർന്ന് പന്തലിച്ച് നമുക്ക് മേലെ ചാഞ്ഞു കിടക്കുന്ന ഒരു വടവൃക്ഷമായിട്ട് മാറും. എൻ്റെ മനസ്സിൽ ചില സംശയങ്ങളെല്ലാം മുള പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ശിവ പ്രസവിച്ച ഒരു പെൺകുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന് നമ്മൾ അന്വേഷിക്കണം. അയാൾ പറയും, അതിനെ ഇല്ലാതാക്കാനുള്ള ഏർപ്പാടുകൾ അന്നേ നമ്മൾ ചെയ്തതല്ലേ, പിന്നെന്തിനിപ്പം അങ്ങനെ ഒരു ചിന്ത? സുഹാസിനി പറയും, ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് ഇപ്പം എൻ്റെ മനസ്സ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മീനുവിൻ്റെ വീട്ടിൽ പത്രം ഇട്ടിട്ട് പത്രക്കാരൻ പോകുന്നതാണ്. പാർവതി ആ പത്രം എടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും കാണുന്നത് ആഘോഷങ്ങൾക്കിടയിൽ തീപിടുത്തം, രക്ഷകയായ കേറ്ററിംഗ് കുടുംബം എന്നുള്ള ഹെഡിങ്ങോടെ മീനു കൃഷ്ണയുടെ അമ്മയെ രക്ഷിച്ചൊക്കെ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ്. അവരുടെ ഒപ്പം ആ ഫോട്ടോയിൽ കൃഷ്ണയും ശിവരഞ്ജിനിയും കാണുന്നുണ്ട്. പാർവതി മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ശിവരഞ്ജിനിയും അവിടെ ഉണ്ടായിരുന്നോ? എന്തൊരു പരീക്ഷണമായത്. പാർവതി മീനുവിൻ്റെ അടുത്ത് ചെല്ലും. മീനു എന്തൊക്കെയോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പാർവതി ചോദിക്കുന്നുണ്ട്, വന്നപ്പം മുതൽ ജോലിയാണല്ലോ, നാളെ മുതൽ അങ്ങോട്ട് സീസണാ, കണക്ക് എഴുതി വെച്ചില്ലെങ്കിൽ പണിയാകും. മീനു പറയുമ്പം പാർവതി ചോദിക്കും, നിന്റെ കൈ പൊള്ളിയത് ഭേദമായോ മോളെ? ഇതെങ്ങനെയാ സംഭവിച്ചത്? സാധാരണ നിനക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റാത്തതാണല്ലോ. അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.